ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഹെൽത്തി എന്ന് പറയാൻ കാര്യം ഞാൻ ഇതിനകത്ത് വെജിറ്റബിൾ ഒക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഞാൻ അതിന് എണ്ണയ്ക്കകത്ത് വഴറ്റി ചേർക്കുകയോ ഒന്നുമില്ല. അത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു വലിയ പൊട്ടറ്റോ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അര കപ്പ് അളവിലുള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ റവ നമ്മുടെ ഉപ്മാവ് റവയുണ്ടല്ലോ, അതാണ്. അത് വറുത്തതോ വറുക്കാത്തതോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള കഷ്ണങ്ങളാക്കിയതും ഒരു ചെറിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു വറ്റൽമുളകാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇതിന് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലേക്ക് ഒരു മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അര സ്പൂൺ അളവിലുള്ള നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. നോർമലി ദോശ ഉണ്ടാക്കത്തില്ലേ, അതിനൊക്കെ കുറച്ചുകൂടെ വെള്ളം കുറച്ച് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പം ഞാനിടുന്ന റെസിപ്പിയിലൊക്കെ എണ്ണ വളരെ കുറച്ചും എണ്ണയില്ലാത്ത റെസിപ്പികളും ഒക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ ചാനലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കണേ കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ഇതുപോലെ മുറിച്ച്, അതായത് കട്ട് ചെയ്ത മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില അവൈലബിൾ ആണല്ലോ എല്ലാവർക്കും. അപ്പം അത് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ഈ മാവ് നമ്മൾ മാറ്റിയൊന്നും വെക്കണ്ട. നമ്മൾ ഇനി ഒരു തവയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ തവയിൽ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, എണ്ണയെ ഞാൻ അതിനകത്ത് ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം നെയ്യ് ഇതിൻ്റെ പുറത്തേക്കൊന്ന് പുരട്ടി കൊടുക്കാം. നെയ്യ് പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ദോശ കണ്ടല്ലോ, ഇതുപോലൊക്കെ ഉണ്ടാക്കി ഫുഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാം അല്ലേ. നമ്മുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അല്ലേ. ഞാനും അങ്ങനെയുള്ള ഒരാളാണ്. എനിക്കും എണ്ണയൊന്നും അധികം ഉപയോഗിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പം ഞാനിത് അപ്പത്തിൻ്റെ ചട്ടി ചൂടായിട്ട് അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനകത്തും ഞാൻ എണ്ണയൊന്നും ചേർക്കാതാണ് ഇതുപോലെ ഞാൻ ഒഴിച്ച് മൂപ്പിച്ച് എടുക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയെടുത്തത് നോക്കൂ. ഈ മുട്ടയും അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളി റവയൊക്കെ കൂടെ ചേർത്ത് ഈ ദോശ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അറിയിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഈ ദോശ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ഉണ്ടാക്കണമെന്ന് തോന്നും. അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ കേട്ടോ.